റഷ്യൻ യൂറോപ്യൻ ഫേമസ് ആയ ഫുഡാണ് ബീഫ് സ്ട്രഗനോഫ്. അതിന്റെ ഒരു കേരള വേർഷനാണ് നമ്മൾ റെഡിയാക്കുന്നതെന്ന്. മഷ്റൂമും നല്ല കുക്കായ ബീഫും എല്ലാം ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള ഡിഷാണ്. എപ്പോഴും നമ്മുടെ ഫ്യൂഷൻ റെസിപ്പിയിലേക്ക് പോലെ മറ്റൊരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ബീഫ് ഇതേപോലെ ക്യൂബായി കട്ട് ചെയ്തെടുത്തതാണ്. നെയ്യില്ലാത്ത ബീഫ് യൂസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ ഡിഷിനകത്ത് യൂസ് ചെയ്യുന്നത് സീർ ചെയ്തിട്ട് സ്റ്റീക്കെല്ലാം ഉണ്ടാക്കുന്ന പോലെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ട്രഡീഷണൽ ലെവലിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതേപോലെ ക്യൂബായി നെയ്യൊന്നും ഇല്ലാത്ത നല്ല പീസ് 250 ഗ്രാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി സോസിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യും അതിന്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ സാധാ വെജിറ്റബിൾ ഓയിലും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. മീഡിയം വലുപ്പമുള്ള ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞെടുത്തത്, 3 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, 1 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഷ്റൂം, 100 ഗ്രാം മഷ്റൂം, ബട്ടർ മഷ്റൂം അല്ലെങ്കിൽ ഓയിസ്റ്റർ മഷ്റൂം യൂസ് ചെയ്യാം. ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ കോൺഫ്ലോർ, 1/2 കപ്പ് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം. ഞാൻ കുറച്ച് കട്ടിയുള്ള ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. സാധാ ഫ്രഷ് ക്രീം യൂസ് ചെയ്താലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പാഴ്സ്ലി ലീവ്സ് അല്ലെങ്കിൽ മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തത് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേണ്ട സാധനമെല്ലാം നമ്മൾ ഓരോന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ബീഫ് കുരുമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഈ വെളുത്തുള്ളിയും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് വേവിച്ചെടുക്കാനായിട്ട് ബീഫ് അതിന്റെ കൂട്ടത്തിൽ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി ആദ്യം മാറ്റി വെച്ച് കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും അതിനുശേഷം 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇനി ബീഫിന് മൂപ്പ് കൂടുതലാണെങ്കിൽ അതിന് വേവും കൂടുതലായിരിക്കും. അതിനനുസരിച്ച് വിസിലിന്റെ എണ്ണം കൂട്ടേണ്ടി വരും. സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യും വെജിറ്റബിൾ ഓയിലും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടായ ശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് സവാള നന്നായി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സവാള നല്ല ഗോൾഡൻ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കട്ട് ചെയ്ത് വെച്ച് മഷ്റൂം കൂടി ചേർത്ത് കൊടുക്കുക. മഷ്റൂം ചേർത്ത് മഷ്റൂം ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. മഷ്റൂം ചേർത്ത് നന്നായി സോഫ്റ്റായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കോൺഫ്ലവർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് 30 സെക്കൻഡ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 30 സെക്കൻഡിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബീഫ് കുക്ക് ചെയ്ത സ്റ്റോക്ക് ആ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 1/4 കപ്പ് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ചു വന്നതിലേക്ക് കോക്കനട്ട് മിൽക്ക്, ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. 2-3 മിനിറ്റോളം ഇതേ രൂപത്തിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച് ബീഫ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കുക. 1-2 മിനിറ്റ് കൂടി കുക്ക് ചെയ്ത ബീഫ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബീഫ് ചേർത്ത് നന്നായി കുക്ക് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഗരം മസാലയും കുരുമുളകും ചേർത്ത് കൊടുക്കാം. സോൾട്ട് 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. 3/4 ടീസ്പൂൺ പറഞ്ഞിരുന്നത് 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. നമ്മൾ സ്റ്റോക്കിൽ നിന്നെല്ലാം നല്ല ഉപ്പ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ കൂട്ടത്തിൽ പിഴിഞ്ഞു വെച്ച നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ.
വീണ്ടും നന്നായി ഇളക്കി 1 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത ശേഷം ഇതിന്റെ മേളിൽ പാസ്ലി അല്ലെങ്കിൽ മല്ലിയില കുറച്ച് വിതറി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിന്റെ മേളിലെ കുറച്ച് പാസ്ലി കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റുകയാണ്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ഡിഷ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ഡിഷ്. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയും മറ്റൊരു ഡിഷുമായിട്ട് അടുത്ത ആഴ്ച വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.